ഇന്ന് ഫെബ്രുവരി 9 ഇന്നേ ദിവസം ഒരുപാട് സിനിമകളാണല്ലോ OTT റിലീസ് ചെയ്തത്. ഇന്ന് OTT റിലീസ് ചെയ്ത സിനിമാ സീരീസുകളുടെ ഇതുൾപ്പെടെ 12 OTT റിലീസ് അപ്ഡേറ്റുകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യത്തേത് മഹേഷ് ബാബുവിന്റെ ഗുണ്ടൂർക്കാരം എന്ന സിനിമയാണ്. നേരത്തെ പ്രേക്ഷകരെ അറിയിച്ചതുപോലെ ഇന്ന് നെറ്റ്ഫ്ലിക്സിലൂടെ സിനിമ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. മലയാളം, തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദി ഭാഷകളിലെ സിനിമ ലഭ്യമാണ്. തിയേറ്ററുകളിലേക്ക് എത്തിയപ്പോൾ നെഗറ്റീവ് അഭിപ്രായങ്ങൾ ലഭ്യമായെങ്കിൽ പോലും വലിയ കളക്ഷൻ നേടിയെടുത്ത സിനിമ കൂടിയാണ് ഗുണ്ടൂർക്കാരം. നേരത്തെ തമിഴ്, തെലുഗു ഭാഷകളിൽ തിയേറ്ററുകളിലേക്ക് എത്തി പിന്നീട് തെലുഗു ഭാഷയിൽ ആമസോൺ പ്രൈമിലൂടെ ഒരു മാസം മുന്നേ OTT റിലീസ് ചെയ്ത ഹൻസിക ചിത്രമാണ് മൈ നെയിം ഈസ് ശ്രുതി. ഇപ്പോഴത്തെ ഇന്ന് സിനിമയുടെ തമിഴ് ഡബ് വെർഷൻ കൂടി ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. മൂന്നാമത്തേത് ഭക്ഷക് എന്നൊരു ഹിന്ദി സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ചിത്രം ഇന്ന് ഡയറക്റ്റ് OTT റിലീസ് ആയിട്ട് നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ആയിട്ട് വന്നിരിക്കുകയാണ്. ഹിന്ദി, തമിഴ്, തെലുഗു, ഇംഗ്ലീഷ് ഭാഷകളിലാണ് ഈ ഭക്ഷക് എന്ന ഹിന്ദി സിനിമ OTT റിലീസ് ചെയ്തിരിക്കുന്നത്. കൊറിയൻ ഭാഷയിൽ നിന്നും ഇന്ന് OTT റിലീസ് ചെയ്ത നെറ്റ്ഫ്ലിക്സ് സീരീസ് ആണ് എ കില്ലർ പാരഡോക്സ്. നേരത്തെ പ്രതീക്ഷിച്ച പോലെ ഈ കൊറിയൻ സീരീസ് നെറ്റ്ഫ്ലിക്സിലൂടെ കൊറിയൻ, ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ഒരു തെലുഗു സിനിമ ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ജോറുക ഹുഷാറുക എന്നാണ് ചിത്രത്തിന്റെ പേര്. ചിത്രം തെലുഗു ഭാഷയിൽ മാത്രം ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ആറാമത്തേത് തമിഴിൽ നിന്നുള്ള ഇപ്പടിക്ക് കാതൽ എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ചിത്രം അഹ തമിഴ് OTT പ്ലാറ്റ്ഫോമിലൂടെ ഇന്ന് തമിഴ് ഭാഷയിൽ മാത്രം OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. സമീപകാലത്തെ കന്നഡയിലെ വലിയ വിജയം നേടിയെടുത്ത സിനിമയാണ് ദർശൻ നായകനെത്തിയ കാട്ടേര. C5ലൂടെ ഇന്ന് കന്നഡ ഭാഷയിൽ സിനിമ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ഡബ് വെർഷനെ കുറിച്ചുള്ള അപ്ഡേറ്റുകളൊന്നും തന്നെ നിലവിൽ ലഭ്യമല്ല. ആര്യ എന്ന ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിന്റെ സീരീസിന്റെ ഏറ്റവും പുതിയ മൂന്നാമത്തെ സീസൺ ഇന്ന് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിലെ ഹിന്ദി സീരീസ് ലഭ്യമാണ്. അടുത്തത് കിച്ചടി 2 എന്നൊരു ഹിന്ദി സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ചിത്രം ഇന്ന് C5 OTT പ്ലാറ്റ്ഫോമിലൂടെ ഹിന്ദി ഭാഷയിൽ മാത്രം OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. പത്താമത്തേത് മലയാളം ഡയറക്റ്റ് OTT സോണി ലിവ് സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. ജയ് മഹേന്ദ്രൻ എന്നാണ് സൈജു കുറുപ്പ് നായകനെത്തിയ സീരീസിന്റെ പേര്. 1.5 മാസങ്ങൾക്ക് മുന്നേ സൈജു കുറുപ്പ് നായകനെത്തിയ സീരീസിന്റെ ഒഫീഷ്യൽ OTT പ്രഖ്യാപനം സോണി ലിവ് നടത്തിയതാണ്. എന്നാൽ ഇന്ന് ഇതുവരെ സീരീസ് ലഭ്യമല്ല. OTT റിലീസ് തീയതി മാറ്റാനുള്ള കാരണം വ്യക്തമല്ല. പുതിയ OTT അപ്ഡേറ്റുകൾ കേട്ട് കാത്തിരിക്കൂ. പൊങ്കൽ റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ 2 തമിഴ് സിനിമകൾ കൂടി ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. അതിലൊന്ന് ക്യാപ്റ്റൻ മില്ലർ എന്ന സിനിമയാണ്. ധനുഷ് നായകനെത്തിയ സിനിമ ആമസോൺ പ്രൈമിലൂടെ മലയാളം, തമിഴ്, തെലുഗു, കന്നഡ ഭാഷകളിൽ ഇപ്പോൾ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ഈ വാർ ആക്ഷൻ ഡ്രാമ സിനിമ ഇപ്പോൾ OTTയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയൂ. ഈ വീഡിയോയിലെ 12ാമത്തെ സിനിമ അത് അയലാൻ എന്ന സിനിമയാണ്. പൊങ്കൽ വിന്നറായിട്ട് മാറിയെങ്കിലും ക്യാപ്റ്റൻ മില്ലർ പോലെ വലിയൊരു കളക്ഷൻ ഒന്നും തന്നെ നേടിയെടുക്കാനാവാതെ പോയ തമിഴ് സിനിമയായിരുന്നു അയലാൻ. ചിത്രം ഇന്ന് സൺനെസ്റ്റിലൂടെ തമിഴ് ഭാഷയിൽ മാത്രം OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. മലയാളം ഉൾപ്പെടെയുള്ള ഭാഷാ പതിപ്പുകൾ ഉടനെ തന്നെ OTT റിലീസ് ചെയ്യും. ഒരുപക്ഷെ OTT പ്ലാറ്റ്ഫോം ആമസോൺ പ്രൈം ആകാനുള്ള സാധ്യതകളുണ്ട്. കാത്തിരിക്കൂ അയലാന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ടാം.